വിശ്വസ്തയോടുകൂടി. പത്രോസ് ഇപ്രകാരം പറയുന്നു, ഒരിക്കൽ വിശ്വസ്തയോടുകൂടി ഭരമേൽപ്പിച്ച ശുശ്രൂഷ. ഇത് ഒരിക്കലായി തന്നതാ. അതായത് എന്റെ ശുശ്രൂഷ ചെയ്തെടുക്കാൻ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തോടുകൂടി ദൈവം ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പും വിളിയും ഗണ്യമാക്കാതെ താങ്കളുടെ എന്ത് ചെയ്തു? ഓരോ ഹല്ലേലൂയ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുമ്പോൾ ദൈവം ചില വിശ്വസ്തന്മാരെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പും വിളിയും രണ്ടും വേറെയാണ്. എല്ലാവരെയും കർത്താവ് വിളിച്ചിട്ടുണ്ട്. എന്നാൽ പേര് ചൊല്ലി ചിലരെ മാത്രമേ എന്ത് ചെയ്തു? ഈ നിരപ്പിന്റെ ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമോ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതും ശരീരത്തിന് കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം. ഇവിടെ നമ്മൾ ആദ്യം വായിച്ചത് അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം, പിന്നീട് ഇപ്പൊ നാം വായിച്ചത് നിരപ്പിന്റെ വചനം, പിന്നീട് കാണാൻ കഴിയുന്നത് ജീവന്റെ വചനം. ഈ ജീവന്റെ വചനം ദേവദാസൻ ഇപ്പൊ പറയുകയാണ്. നമ്മൾ ആദ്യം തന്നെ അതിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ നമ്മിൽ ഹല്ലേലൂയ വസിക്കുന്നു. ആ ജീവൻ നമ്മിൽ വസിച്ചത് കൊണ്ടാ ഹല്ലേലൂയ 2 ദിവസം കൊണ്ട് മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി